യാത്ര പോകുന്ന സമയങ്ങളിൽ ജമ്മും കസറുമായിട്ട് നമുക്ക് എങ്ങനെ നമസ്കരിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. യാത്ര പോകുന്ന സമയങ്ങളിൽ പല ആൾക്കാരും നമസ്കാരത്തെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാലും നമസ്കാരം നമുക്ക് ചുരുക്കി നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ജമ്മും കസറും എന്ന് പറഞ്ഞാൽ, ജമ്മു എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരം നമുക്ക് പിന്തിപ്പിച്ച് നമസ്കരിക്കുന്നതാണ്. ജമ്മാക്കി നമുക്ക് പറ്റുന്ന ളുഹർ, അസർ, മഗ്‌രിബ്, ഇശ ഈ 4 റക്അത്ത് നമുക്ക് ജമ്മാക്കി നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സുബഹി നമുക്ക് അതേപോലെ തന്നെ നമസ്കരിക്കും. എന്നാൽ കസർ എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ചുരുക്കി നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളാണ് ളുഹർ, അസർ, ഇശ. ഈ 4 റക്അത്തായിട്ട് വരുന്ന നിസ്കാരങ്ങൾ നമുക്ക് ചുരുക്കി നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നുള്ളൂ. ജമ്മും കസറുമായി നമസ്കരിക്കാൻ പറ്റുന്നതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ജമ്മു എന്ന ഒരു നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഈ ഒരു ളുഹറിൻ്റെ സമയത്ത് എനിക്കിപ്പോൾ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 11 മണിക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ളുഹറിൻ്റെ ടൈമിലാണ് എനിക്ക് എക്സാം വരുന്നത്. വൈകുന്നേരം അസറിൻ്റെ ടൈം ആകുമ്പോൾ എനിക്ക് ഈ ഒരു എക്സാം വഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു അസറിൻ്റെ ടൈമിൽ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ളുഹർ കളാവുന്നിട്ട് എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ളുഹറിനെ എനിക്ക് അസറിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റും. നമുക്കവിടെ സാഹചര്യം മൂലം നമുക്ക് അസറിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ അസറിൻ്റെ ടൈമിൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ കോളേജിൽ പോവുകയാണ്. അപ്പോൾ കോളേജിൽ വേണ്ടിയാണ് മഗ്‌രിബിൻ്റെ ടൈം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അസറിനെ എനിക്ക് ളുഹറിലേക്ക് എനിക്ക് പിന്തിപ്പിക്കാൻ പറ്റും. അതിനെ ളുഹറിന് അസറിലേക്ക് നമുക്ക് പിന്തിപ്പിക്കാനായിട്ട് പറ്റും. സാഹചര്യങ്ങൾ മൂലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നമുക്ക് പിന്തിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്നാൽ അസറിനെ മഗ്‌രിബിലേക്കും മഗ്‌രിബിനെ അസറിലേക്ക് നമുക്ക് ഒരിക്കലും പിന്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി മഗ്‌രിബിനെ നമുക്ക് ഇശായിലേക്കും ഇശായെ നമുക്ക് മഗ്‌രിബിലേക്കും നമുക്ക് പിന്തിപ്പിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 60 കിലോമീറ്റർ ദൂരം യാത്ര പോവുകയാണ്. അപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്ത് ഞാൻ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇശാന ടൈം ആകുമ്പോഴത്തേക്ക് അത് കള ആവുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഇശാനയിലേക്ക് എനിക്ക് മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിപ്പിക്കാൻ പറ്റും. ഇനി ഇശാന ടൈമിലാണ് ഞാൻ ഇപ്പോൾ യാത്ര പോകുന്നതെങ്കിൽ എനിക്ക് അവിടെ വണ്ടി നിർത്താനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. അങ്ങനെ എനിക്ക് എന്താ ചെയ്യുക, ഇശാന എനിക്ക് മഗ്‌രിബിലേക്ക് പിന്തിപ്പിച്ച് എനിക്ക് യാത്രകൾ എനിക്ക് നമസ്കരിക്കാൻ പറ്റും. എന്നാൽ കസർ എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുന്നതിന് കസർ എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ളുഹർ, അസർ, ഇശ ഈ 3 നമസ്കാരങ്ങളെ നമുക്ക് ചുരുക്കി നമുക്ക് 2ആയിട്ട് നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കൂടുതലും യാത്രകളിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റും. ഏകദേശം 77 കിലോമീറ്റർ മേലെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം നമുക്ക് ചുരുക്കി നമുക്ക് 2ആയിട്ട് നമുക്ക് നമസ്കരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് ഞാനിപ്പോൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ ളുഹറിൻ്റെ സമയമായപ്പോഴത്തേക്കും ഇപ്പോൾ കോഴിക്കോട് എത്തി. അപ്പോൾ എനിക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടില്ല. ഞാനിപ്പോൾ ഏകദേശം 77 കിലോമീറ്ററോളം യാത്ര സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ചുരുക്കി നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, ളുഹറിൻ്റെ സമയത്ത് എനിക്ക് നമസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, ളുഹറിനെ എനിക്ക് അസറിലേക്ക് പിന്തിപ്പിക്കാനും പറ്റും. ഈ ഒരു അസറിലേക്ക് എനിക്ക് ചുരുക്കി നമസ്കരിക്കാനും പറ്റും. ഇപ്പോൾ അസർ ടൈമിൽ എനിക്ക് നിസ്കരിക്കാൻ സാഹചര്യം കിട്ടി യാത്രയിൽ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, ളുഹറിനെ ഞാൻ ആദ്യം 2ആക്കി ചുരുക്കി നമുക്കിവിടെ നമസ്കരിക്കേണ്ടതാണ്. അതിനുശേഷം എനിക്ക് അസർ എനിക്ക് ചുരുക്കി നമസ്കരിക്കാവുന്നതാണ്. അസറിന് എനിക്ക് ഒരിക്കലും നിസ്കരിക്കാനുള്ള സാഹചര്യം കിട്ടില്ല. ഞാനിപ്പോൾ മൂന്നാറിലേക്ക് യാത്ര പോകും. ഏകദേശം 150 കിലോമീറ്റർ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ 77 കിലോമീറ്റർ മേലെ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അസറിൻ്റെ ടൈമിൽ എനിക്ക് വണ്ടി നിർത്താനുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പള്ളികളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു അസറിനെ എനിക്ക് എന്ത് ചെയ്യുക, ളുഹറിലേക്ക് പിന്തിപ്പിക്കാനും പറ്റും. ളുഹറിൻ്റെ ടൈമിൽ തന്നെ എനിക്ക് അസറും ളുഹറും കൂടി എനിക്ക് 2ആക്കി എനിക്ക് ചുരുക്കി നമസ്കരിക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ട്. എന്നാൽ അതിനെ അസറിനെ മഗ്‌രിബിലേക്കും നമുക്ക് അസറിലേക്ക് പിന്തിപ്പിക്കാനോ അതിനെ ചുരുക്കി നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ മഗ്‌രിബിനെ ഇശായിലേക്കും ഇശാനെ നമുക്ക് മഗ്‌രിബിലേക്കും ചുരുക്കിയും പിന്തിപ്പിച്ച് നമസ്കരിക്കാവുന്നതാണ്. മഗ്‌രിബും ഇശാൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മഗ്‌രിബിനെ നമുക്ക് മഗ്‌രിബായിട്ട് 3ആയിട്ട് നമസ്കരിക്കാനാണ്. ഇശാൻ നമുക്ക് ചുരുക്കി നമുക്ക് 2ആയിട്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. യാത്ര പോകുന്ന സമയങ്ങളിൽ നമുക്ക് മഗ്‌രിബും ഇശാൻ നമുക്ക് എങ്ങനെ ചുരുക്കിയും അതിന് കസറായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്താണ് ഞാനിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് 77 കിലോമീറ്റർ കവിയുന്ന രീതിയിൽ ഞാനിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സമയങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് എനിക്ക് പള്ളിയോ അല്ലെങ്കിൽ മറ്റ് നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, മഗ്‌രിബ് എനിക്ക് ഇശാലേക്ക് പിന്തിരിക്കാനും പറ്റും. ഈ ഒരു ഇശാന ടൈമിന് എന്ത് ചെയ്യുക, മഗ്‌രിബായിട്ട് തന്നെ ഞാൻ നിസ്കരിച്ചതിന് ശേഷം എനിക്ക് ഇശാനെ എനിക്ക് ചുരുക്കി 2ആയിട്ട് എനിക്ക് നമസ്കരിക്കാൻ പറ്റും. ഇനി ഞാനിപ്പോൾ ഇശാന സമയത്ത് എനിക്ക് വണ്ടി ഒന്നും നിർത്താനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഒരു ഹൈവേ ആണ്. അല്ലെങ്കിൽ ട്രെയിനിൽ ഭയങ്കര തിരക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് യാത്ര 77 കിലോമീറ്റർ മേലെ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര പോകുന്നു. യാത്രയിൽ എനിക്ക് യാത്രയാകുമ്പോൾ പൊതുവേ ഒരു ട്രെയിനിൽ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. എന്നാലും എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് എനിക്ക് എന്ത് ചെയ്യുക, ഇശാനെ മഗ്‌രിബിലേക്ക് പിന്തിരിക്കാം. അതിനെ മഗ്‌രിബിനെ എനിക്ക് ഇശായിലേക്ക് നമുക്ക് പിന്തിപ്പിച്ച് നിസ്കരിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് മഗ്‌രിബായിട്ട് നിസ്കരിക്കുക. ഈ മഗ്‌രിബിൻ്റെ സമയത്ത് നിസ്കരിക്കുമ്പോഴത്തേക്ക് അത് തന്നെ ഇശാനെ ഞാൻ ചുരുക്കി എനിക്ക് അവിടെ നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 77 കിലോമീറ്റർ മേലെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കത് അങ്ങനെ നമുക്ക് ചുരുക്കി നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മഗ്‌രിബ് 3ആയിട്ട് നമ്മൾ നമസ്കരിക്കേണ്ടതാണ്. നമ്മൾ ഈ കസറായിട്ട് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഏകദേശം 77 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഇതേവരെ നമുക്ക് ചുരുക്കി നമസ്കാരം ഓപ്ഷൻ ഉള്ളൂ. അത് തന്നെ ക്രോസ് നമ്മുടെ ഓൺ ടൗൺ, അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോയതിന് ശേഷം മാത്രമേ
ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മൂന്നാറിലേക്ക് യാത്ര പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ലോഹന ടൈമിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ കയറി എനിക്ക് ളുഹറും അസറും കൂടി എനിക്ക് ചുരുക്കി എനിക്ക് നമസ്കരിക്കാവുന്നതാണ്. ഇനി ഞാൻ മഗ്‌രിബിൻ്റെ സമയത്താണ് പോകുന്നെങ്കിൽ മഗ്‌രിബും ഇശായും കൂടി എനിക്ക് ചുരുക്കി നമസ്കരിക്കാവുന്നതാണ്. മഗ്‌രിബ് 3 നിസ്കരിക്കുക, ഇശാൻ 2 നമസ്കരിക്കാവുന്നതാണ്. അത് നമ്മുടെ സ്വന്തം ടൗണിൽ നിന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് അങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ഞാനിപ്പോൾ മൂന്നാറിലേക്ക് യാത്ര പോകും. ഏകദേശം 3 ദിവസം ഞാനിപ്പോൾ മൂന്നാറിലുണ്ട്. ആ ഒരു 3 ദിവസം എനിക്ക് ജമ്മുവും കശ്മീറുമായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏകദേശം 15 ദിവസത്തോളം നമ്മൾ ഈ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ 15 ദിവസത്തോളം നമുക്ക് അവിടെ ജമ്മുവും കശ്മീറുമായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ പൂർണ്ണമായിട്ട് നമസ്കരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്നതിനാണ് കൂടുതലും പ്രാധാന്യമുള്ളത്. അവിടെ ജമ്മുവും കശ്മീറാക്കുന്നതിൽ ഓപ്ഷൻ ഇല്ല. ഞാനിപ്പോൾ ജോലി ആവശ്യത്തിന് ഞാനിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് 15 ദിവസത്തോളം എനിക്ക് ജമ്മുവും കശ്മീറും നമുക്ക് നമസ്കരിക്കാൻ ഓപ്ഷൻ ഇല്ല. പഠിക്കാൻ വേണ്ടി പോവുകയാണ്, അതിന് നമുക്ക് അവിടെ ഇല്ല. യാത്ര പോകുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു 15 ദിവസത്തോളം നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ജമ്മുവും കശ്മീറും നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ജമ്മുവും കശ്മീറുമായി നമസ്കരിൻ്റെ ഫുൾ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലായ ഈ ട്രാവൽ വൈസ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ഈ ഒരു വീഡിയോൻ്റെ ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ്. ജമ്മുവും കശ്മീറുമായി നമസ്കരിൻ്റെ 2ാമത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.